ഇന്ത്യൻ റെയിൽവേയുടെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം കൂടുതൽ സുതാര്യവും സുരക്ഷിതമാക്കുന്നതിനായി വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. റെയിൽവേ ബോർഡ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്നലെ മുതൽ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് യാത്രക്കാരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കി. യഥാർത്ഥ യാത്രക്കാർക്ക് തൽക്കാൽ ടിക്കറ്റുകളിലേക്ക് മെച്ചപ്പെട്ട പ്രവേശനം ഉറപ്പാക്കുക, വ്യാജ ബുക്കിംഗുകളും കരിഞ്ചന്ത വിൽപ്പനയും തടയുക, അതുവഴി ബുക്കിംഗിലെ സുതാര്യത വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ പുതിയ സുരക്ഷാ സംവിധാനത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ. പുതിയ സംവിധാനം അനുസരിച്ച് തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാർ നൽകുന്ന മൊബൈൽ നമ്പറിലേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്യുന്ന ഒരു OTP അയക്കും. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാകണമെങ്കിൽ ഈ OTP കൃത്യമായി നൽകി വെരിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. OTP വെരിഫൈ ചെയ്ത് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് വെസ്റ്റേൺ റെയിൽവേ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. IRCTC വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷൻ, റെയിൽവേ കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ടിക്കറ്റ് ബുക്കിംഗ് ചാനലുകൾക്കും ഈ പുതിയ OTP ഓതന്റിക്കേഷൻ സംവിധാനം ബാധകമാകും. ഇതിലൂടെ ഏത് പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താലും സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ ലക്ഷ്യമിടുന്നു. OTP അടിസ്ഥാനമാക്കിയുള്ള ഈ തത്കാൽ ഓതന്റിക്കേഷൻ സംവിധാനം ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത് മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ശതാബ്ദി എക്സ്പ്രസിലാണ്. ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയ ശേഷം ഇത് ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിലേക്ക് മറ്റ് എല്ലാ ട്രെയിനുകളിലേക്കും വ്യാപിപ്പിക്കും. OTP വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയപ്പോഴും തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സാധാരണ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും. ബുക്കിംഗ് സമയം ആരംഭിക്കുന്നതിന് മുമ്പ് IRCTC അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, യാത്രക്കാരുടെ ആവശ്യമായ വിവരങ്ങൾ നൽകുക, തൽക്കാൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, തുടർന്ന് യാത്രക്കാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. എങ്കിലും വേഗത്തിനുള്ള ബുക്കിംഗിനായി ഭാവി ബുക്കിംഗുകൾ ആവശ്യമായ യാത്രക്കാരുടെ വിവരങ്ങൾ മാസ്റ്റർ ലിസ്റ്റ് ഫീച്ചറിൽ മുൻകൂട്ടി സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് സമയനഷ്ടം ഒഴിവാക്കാനും സഹായിക്കും. OTP വെരിഫിക്കേഷന് പുറമെ ടിക്കറ്റ് ബുക്കിംഗ് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി 2025 ഒക്ടോബർ 28 മുതൽ നിലവിൽ വന്ന ഒരു സുപ്രധാന അപ്ഡേറ്റ് അനുസരിച്ച് റിസർവേഷൻ തുറക്കുന്ന ആദ്യ ദിവസമായ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് ആധാർ ഓതന്റിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതായത് ഈ സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ IRCTC അക്കൗണ്ട് ആധാർ നമ്പർ ഉപയോഗിച്ച് നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം. ആധാർ വെരിഫൈ ചെയ്യാത്ത ഉപഭോക്താക്കൾക്ക് ഈ സമയത്തിന് പുറത്ത്, അതായത് തൽക്കാൽ ബുക്കിംഗിനായി നിശ്ചയിച്ചിട്ടുള്ള മറ്റ് സമയങ്ങളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈ രണ്ട് സുരക്ഷാ സംവിധാനങ്ങളും തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിലെ ഏജന്റുമാരുടെ ഇടപെടലും കൃത്രിമവും പൂർണ്ണമായി ഒഴിവാക്കാൻ ലക്ഷ്യമിടുന്നു. തൽക്കാൽ ടിക്കറ്റ് പൂർത്തിയാക്കുന്നതിൽ പേയ്മെന്റ് ഒരു സുപ്രധാന ഘടകമാണ്. നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ അല്ലെങ്കിൽ വിവിധ പേയ്മെന്റ് വാലറ്റുകൾ എന്നിവ ഉപയോഗിച്ച് വേഗത്തിൽ പണമടിച്ച് ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയാക്കണം. തൽക്കാൽ ടിക്കറ്റുകൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിറ്റുപോകാറുള്ളതിനാൽ വേഗത്തിലുള്ള പേയ്മെന്റ് പ്രോസസ്സിംഗ് വളരെ നിർണായകമാണ്. തൽക്കാൽ ടിക്കറ്റുകൾ പലപ്പോഴും ആവശ്യക്കാർക്ക് ലഭിക്കാതെ പോവുകയും ചില ഏജന്റുമാർ അത് അനധികൃതമായി വാങ്ങി കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാജ ഐഡികളും ബോട്ടുകളും ഉപയോഗിച്ച് കൃത്രിമ ബുക്കിംഗ് നടത്തുന്നവരെ തടയാൻ OTP വെരിഫിക്കേഷന് കഴിയും. ഓരോ ബുക്കിംഗിനും ഒരു യഥാർത്ഥ മൊബൈൽ നമ്പറും അതിന്റെ ഉടമസ്ഥാവകാശ സ്ഥിരീകരണവും ആവശ്യമായി വരുന്നതോടെ അനധികൃത ഇടപെടലുകൾക്ക് തടയിടാനാകും. റെയിൽവേയുടെ ഈ പുതിയ നടപടി അടിയന്തര ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്ക് തൽക്കാൽ ടിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യൻ റെയിൽവേയുടെ ഡിജിറ്റൽ വൽക്കരണത്തിന്റെയും സുരക്ഷാ നിലവാരം ഉയർത്തുന്നതിന്റെയും ഭാഗമാണ്. യാത്രക്കാർക്ക് വേഗത്തിലും സുരക്ഷിതമായും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിലൂടെ ഇന്ത്യൻ റെയിൽവേ അതിന്റെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ മാറ്റങ്ങൾ പൂർണ്ണമായി റെയിൽവേ ശൃംഖലയിൽ നടപ്പിലാക്കുമ്പോൾ തൽക്കാൽ ബുക്കിംഗിന്റെ മൊത്തത്തിലുള്ള അനുഭവം കൂടുതൽ കാര്യക്ഷമമാകും.